യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കരയുന്ന ഭൂമിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഭൂമി മനുഷ്യവംശത്തെ നോക്കി കരയുന്നുണ്ട്. എപ്പോഴാണ് ഭൂമി മനുഷ്യനെ നോക്കി കരയുക? ഭൂമിയുടെ കരച്ചിലാണ് നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഭൂമിയുടെ കരച്ചിലാണ്. മനുഷ്യനെ നോക്കിയുള്ള ഭൂമിയുടെ കരച്ചിലാണ്. എന്തുകൊണ്ടാണ് ഭൂമി കരയാനായിട്ടിടയാകുന്നത്? ഭൂമി കരയുന്നതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ ചെയ്യുന്ന പാപമാണ് ഭൂമിയെ കരയിപ്പിക്കുന്നത്. ഈ ഭൂമി കണ്ണീരൊഴുക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രകൃതി ദുരന്തങ്ങൾ. സുനാമി, കടൽ കയറി വരുന്നത്, അതുപോലെ തന്നെ മലകളും അതുപോലെ തന്നെ ഭൂമിയുമെല്ലാം വിണ്ടുകീറി വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ മറ്റ് പലതരത്തിലുള്ള നാശങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നത്, ഇവയെല്ലാം ഭൂമിയുടെ കരച്ചിലിൻ്റെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ മറ്റെങ്ങും പോകണമെന്നില്ല. ദൈവം നമുക്ക് തന്ന ദൈവവചനത്തിൽ ഇവയെല്ലാം വളരെ വ്യക്തമായി നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഒരു തിരുവചനം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10, 11, 12 തിരുവചനമാണ്. ദൈവമായ കർത്താവ് കായേൻ്റെ മുമ്പിൽ വന്നിട്ട് കായേനോട് ഇപ്രകാരം പറയുകയാണ്. കായൻ തൻ്റെ സഹോദരനായ ആബേലിനെ കൊന്നു. അങ്ങനെ ആബേലിനെ കൊന്ന ശേഷം ദൈവം അവൻ്റെ മുമ്പിൽ വന്ന് അവനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായൻ ചെയ്ത ആ പാപം, നിഷ്കളങ്കനായ തൻ്റെ സഹോദരനെ അവൻ കൊലപ്പെടുത്തിയപ്പോൾ ആ തിന്മയെ ഓർത്ത്, ആ തിന്മ അനുഭവിക്കേണ്ടി വന്ന ഭൂമി ഇതാ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുകയാണ്. തെറ്റ് ചെയ്തവനെതിരെ ഭൂമി നിലവിളിക്കുകയാണ്. പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭൂമി നിലവിളിക്കുകയാണ്. അങ്ങനെ ആ ഭൂമിയുടെ നിലവിളി അവൻ്റെ മേൽ ഒരു ശാപമായിട്ട് വന്ന് മാറുകയാണ്. എന്താണ് അവൻ്റെ മേൽ വന്ന ശാപം? അവൻ്റെ ജീവിത മാർഗം തടസ്സപ്പെട്ടു. ദൈവം പറയാണ്, നീ നിൻ്റെ സഹോദരനെ കൊന്നപ്പോൾ നിൻ്റെ മേൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഭൂമി നിനക്കെതിരായിട്ട് പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ഭൂമി നിനക്കെതിരായിട്ട് പ്രതികാരം ചെയ്തതുകൊണ്ട് നീ കൃഷി ചെയ്യുമ്പോൾ ഈ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. ഈ ഭൂമിയിൽ നിനക്ക് മറ്റ് ജോലിയൊന്നും ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ട് നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിട്ട് മാറും. ഈ ഭൂമിയിൽ നീ ഫലം ലഭിക്കാൻ വേണ്ടി എവിടെയൊക്കെ പോയി കൃഷി ചെയ്താലും നിന്റെ കൃഷി വിജയിക്കുകയില്ല. കാരണം നീ നിന്റെ സഹോദരനെതിരായിട്ട് തെറ്റ് ചെയ്തു. ഭൂമി നിനക്കെതിരായി ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ ദൃശ്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ബൈബിളിൽ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനം നമ്മൾ എടുക്കുകയാണ്. 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. 2 ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നെന്ന് ലോത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ലോത്തിനോട് പറയുകയാണ്, ഞങ്ങൾ ഈ സ്ഥലം നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ
രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്നു. ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. കണ്ടോ, ഭൂമിയിൽ പാപം ചെയ്യപ്പെട്ടപ്പം പാപം ചെയ്ത മനുഷ്യനെതിരെ ഇതാ ഭൂമി നിലവിളിച്ചു. ആ നിലവിളിയുടെ അനന്തരഫലമായി ആ ഭൂമി നശിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഭൂമി സോദോം ഗൊമോറ എന്ന നഗരങ്ങളിലെ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ആ സോദോം ഗൊമോറ പട്ടണത്തിലുണ്ടായിരുന്ന സകല ജനങ്ങളും അവർ പാപത്തിന് അടിമയായിരുന്നു. മ്ലേച്ഛ പാപത്തിന് അടിമയായി. ഏത് മ്ലേച്ഛ പാപമാണ്? അവർ സ്വാഭാവികമായി പുരുഷന് സ്ത്രീയോടുള്ള ബന്ധം, താല്പര്യം നഷ്ടപ്പെട്ട്, പുരുഷൻ പുരുഷനോട് ആകർഷിക്കപ്പെട്ട്, സ്ത്രീയോട് ആകർഷിക്കപ്പെട്ട് സ്വവർഗരതിയിൽ മുഴുകി ആനന്ദിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് സോദോം ഗൊമോറ ദേശം മാറി. ആ നഗരം അധപ്പതിച്ചു. അപ്പോൾ ഇതാ ഭൂമി അതിനെതിരെ ദൈവസന്നിധിയിലേക്ക് നിലവിളിക്കുകയും ഇതാ ഭൂമി ആ പാപമേറ്റ ഭൂമി നശിപ്പിക്കപ്പെടാനായിട്ട് വിധിക്കപ്പെടുകയും ചെയ്തു. തീയും ഗന്ധകവും ഇറങ്ങി വന്ന് ആ നഗരത്തെ നശിപ്പിച്ച് കളഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിലവിളിക്കുന്ന ഭൂമി ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുണ്ട്. ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഓരോ ദുരന്തവും മനുഷ്യൻ ക്ഷണിച്ചു വരുത്തുന്ന ദുരന്തമാണ്. അവൻ്റെ പാപജീവിതത്തിലൂടെ അവൻ ക്ഷണിച്ചു വരുത്തുന്ന ദുരന്തമാണ് ഭൂമിയിലുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സത്യം വീണ്ടും നമുക്ക് വചനത്തിൽ കണ്ടെത്താം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു. 24 അധ്യായത്തിൽ 18, 19, 20 തിരുവചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആ വചനഭാഗം നമ്മൾ വായിക്കുന്നു. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്നും കര കയറുന്നവർ കെണിയിൽപ്പെടും. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു. അത് ഛിന്നഭിന്നമായി പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു. കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം എത്ര ഭാരമേറിയതാണ്. അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. നോക്ക്, ഈ തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ട് ദൈവം മനുഷ്യരോട് സംസാരിച്ചു. എന്താണ്? ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടു. മഴ, അതിശക്തമായ മഴ, കഠിനമായ മഴ, പെരും മഴ, അത് ജലപ്രളയമായിട്ട് മാറുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത, നിൽക്കാൻ വയ്യാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത നാളുകളായി നമ്മൾ അനുഭവിക്കുന്നൊരു കാര്യമാണ്. 2018 മുതൽ ഇതാ നമ്മൾ വലിയ പ്രളയത്തിൻ്റെ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുക. ആകാശജാലകങ്ങൾ അപ്രതീക്ഷിതമായി തുറക്കപ്പെടുകയും അത് വലിയ അളവിൽ വെള്ളം ഇതാ ആകാശത്ത് നിന്ന് ഒഴുകി ഭൂമിയിലേക്ക് വരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ജലപ്രളയം തയ്യാറാകുന്നു. വീണ്ടും നമ്മൾ കാണുന്നു, ഭൂമി തകർക്കപ്പെട്ടിരിക്കുന്നു. അത് ഛിന്നഭിന്നമായി പ്രകമ്പനം കൊള്ളുന്നു. ഭൂകമ്പത്തെപ്പറ്റി ദൈവവചനം പറയുകയാണ്. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു. കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. അത് വീഴുന്നു,
ഇനി എഴുന്നേൽക്കുകയില്ല. സുനാമി, ഭൂകമ്പങ്ങൾ മുതലായ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ് വചനം പറയുക. ഈ ഓരോ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യവംശത്തെ നോക്കി സംസാരിക്കുകയാണ്. മകനെ, മകളെ, പാപത്തെ ഓർത്ത് അനുതപിക്കുക, പാപം ഉപേക്ഷിക്കുക. കരുണ കാണിക്കുന്ന ദൈവം നിന്റെ മധ്യേ ഉണ്ട്, നീ പാപം ഉപേക്ഷിക്കുക എന്ന് ഓരോ ദുരന്തവും നമ്മളോട് സംസാരിക്കുകയാണ്. ഭൂമിയുടെ കരച്ചിൽ കാണുക, ഭൂമിയുടെ കരച്ചിൽ കണ്ട് ദൈവസന്നിധിയിൽ അഭയം തേടുക, പശ്ചാത്തപിക്കുക, പാപം ഉപേക്ഷിക്കാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. മക്കളെ, ഈ വിളി നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധമായ ആരാധനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം. ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനൻ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിടാൻ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം. ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ സാഷ്ടാംഗം പ്രണമിച്ചിടാൻ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിലെ സ്നേഹമുള്ളവരെ, തിരുവോസ്തിരൂപനായ ഈശോ നമ്മളെ ഓരോരുത്തരെയും ഇതാ അനുഗ്രഹിക്കുവാൻ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും പാപം, അതിനെ ഓർത്ത് അനുതപിക്കാനും ദൈവത്തോട് മാപ്പ് ചോദിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവം ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. 1-ാം തിരുവചനം: ഗലീലിയരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അറിയിച്ചു.
അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെയും കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും പശ്ചാത്തപിക്കാൻ വിളിക്കുകയാണ്. പാപത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കടക്കാൻ അവിടുന്ന് നമ്മളെ വിളിക്കുകയാണ്. കായേൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനോട് കർത്താവ് ഓർപ്പിച്ചിരുന്നു, നിന്നെ കാത്ത് പാപം വാതിൽപ്പടിയിൽ നിൽക്കുന്നുണ്ട്, അത് നിന്നെ കീഴടക്കരുത്, നീ അതിനെ കീഴടക്കണം എന്ന് ദൈവം കായേനെ ഓർപ്പിച്ചെങ്കിലും അവൻ്റെ ഉള്ളിലുയർന്ന കോപം വലിയൊരു നരഹത്യയായി അവനിലേക്ക് കടന്നു വന്ന് അവൻ തൻ്റെ സഹോദരനെ വധിക്കുവാൻ ഇടയായി. അതോടെ കായേൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെടാനിടയായി. ഭൂമി ഫലം തരാത്ത ഒന്നായി അവൻ്റെ മുമ്പിൽ മാറി. അവൻ്റെ അധ്വാനങ്ങളെല്ലാം നിഷ്ഫലമായി തീരാനിടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കും നിരന്തരമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പല ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും കാരണം അനുഗ്രഹത്തിനായി ദൈവം നമുക്ക് നൽകിയ ഈ ലോകം, നമുക്ക് ഈ പ്രപഞ്ചം ഒരു ഭീഷണിയായി, ഒരു തകർച്ചയായി, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയായി ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്ന രംഗം പലപ്പോഴായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവയ്ക്കെല്ലാം കാരണമെന്താണെന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പാപമാണ് അതിന് കാരണം. യേശുവേ, അനുതാപത്തോടെ നിന്റെ കരങ്ങളിലേക്ക് ഈ ജീവിതത്തെ സമർപ്പിക്കുന്നു. എണ്ണമേറിയ എൻ്റെ എല്ലാ പാപങ്ങളെയും സമർപ്പിക്കുന്നു. ഇതാ അനുതാപത്തിൻ്റെ കൃപ തന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ നിനക്കല്ലാതെ പാപം മോചിക്കാൻ മറ്റാർക്കും കഴിയില്ല, കരുണ തരാൻ മറ്റാർക്കും സാധിക്കില്ല. ആകയാൽ നീ എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്താൽ ആഴമേറും ജീവിതം എണ്ണവറ്റിയ വിളക്കുമായി നീടുന്ന ജീവിതം എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണവറ്റിയ വിളക്കുമായി നീടുന്ന ജീവിതം വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടും ഒരു ജനനം നൽകിടണമേ നാഥ. വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടും ഒരു ജനനം നൽകിടണമേ നാഥ. കരുണ തോന്നണേ എന്നിൽ, അലിവു
ഉയർത്തി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. സകല പാപങ്ങളും സമർപ്പിച്ചൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കും. അലിവു തോന്നണേ. പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. അനുതാപത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് യാചിക്കാം. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും മേലും ഈ ദേശത്തിന്റെ മേലും സകല ചരാചരങ്ങളുടെ മേലും ഭൂമിയുടെ മേലും കരുണയായിരിക്കണേ. യേശുവേ, 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 യേശുവേ. മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴയശ്രയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴയശ്രയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴയശ്രയും ഉണ്ടായിരിക്കട്ടെ.